എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം. തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് ഒരു വൈറൽ സാംക്രമിക രോഗമാണ്. ഇത് പ്രധാനമായും കോക്സാക്കി വൈറസ് അല്ലെങ്കിൽ എൻട്രോവൈറസ് ഗണത്തിൽപ്പെടുന്ന വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് കുട്ടികളിൽ കൈകളിലും കാലുകളിലും വ്രണങ്ങളും വായ്ക്കുള്ളിൽ വേദനാജനകമായ വ്രണങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുമൂലമാണ് ഇതിന് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നുള്ള പേര് ലഭിച്ചത്. ഇത് പ്രധാനമായും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അംഗനവാടികളിലും ഡേ കെയറുകളിലും സ്കൂളുകളിലും അസുഖം വളരെ വേഗം പടരുന്നു. എന്താണ് തക്കാളിപ്പനിയുടെ രോഗകാരണമെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോക്സാക്കി അല്ലെങ്കിൽ എൻട്രോവൈറസ് ഗണത്തിൽപ്പെടുന്ന വൈറസ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഈ വൈറസുകൾ കുട്ടിയുടെ ദഹനനാളങ്ങളിൽ കണ്ടുവരാറുണ്ട്. അതായത് കുട്ടികളുടെ വായിൽ, അന്നനാളത്തിൽ, ആമാശയത്തിൽ, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം എന്നീ ഭാഗങ്ങളിൽ വൈറസുകൾ കാണപ്പെടാറുണ്ട്. എന്തൊക്കെയാണ് തക്കാളിപ്പനിയുടെ രോഗലക്ഷണങ്ങളെന്ന് നോക്കാം. തക്കാളിപ്പനിക്ക് പ്രാരംഭഘട്ടത്തിൽ നേരിയ പനി, ചുമ, ജലദോഷം, മൂക്കൊലിപ്പ്, ശരീരവേദന എന്നീ ലക്ഷണങ്ങൾ വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുട്ടികളുടെ കൈകളിലും കാലുകളിലും കാൽമുട്ടുകളിലും കൈമുട്ടുകളിലും നേരിയ കുമിളകൾ പോലെയുള്ള ചുണങ്ങ് രൂപപ്പെടുന്നു. തുടർന്ന് വായുടെ ഉള്ളിലും കവിളുകളിൻ്റെ ഉള്ളിലായി വേദനയോടുകൂടിയുള്ള വ്രണങ്ങൾ രൂപപ്പെടാറുണ്ട്. ഈ രോഗലക്ഷണങ്ങൾ സാധാരണയായി 7 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ വന്നു പോവുക ആണ് പതിവ്. എന്നിരുന്നാലും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ശരീരത്തിൽ വൈറസുകൾ പുറത്തേക്ക് പോകാൻ സാധാരണതയിലും കൂടുതൽ സമയമെടുക്കാറുണ്ട്. തക്കാളിപ്പനി ഒരു പകർച്ചവ്യാധിയാണ്. പലപ്പോഴും രോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് കുട്ടികളുടെ ശരീരത്തിൽ ഈ കുമിളകൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ രോഗം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തുടങ്ങുന്നു. തുടർന്ന് ഒരു 10 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കുമിളകൾ ഉണങ്ങുന്നു. കുമിളകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ രോഗം പകരുവാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും കുട്ടികളുടെ മലത്തിൽ വൈറസുകൾ ആഴ്ചകളോളം ജീവിക്കും. ഇങ്ങനെയൊക്കെയാണ് തക്കാളിപ്പനി പകരുക എന്ന് നോക്കാം. രോഗം ബാധിച്ച ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായിലൂടെ അതിൻ്റെ തുള്ളികളിലൂടെയോ, ബാധിച്ച ഒരാളുടെ ഉമിനീരിലൂടെയോ, സ്പർശനം നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ, കുമിളകളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ രോഗം പകരാറുണ്ട്. വൈറസ് ബാധയുമുള്ള ഒരാളുമായി ചുംബിക്കുകയോ ആലിംഗനം ചെയ്യുകയോ അവരുടെ ഭക്ഷണങ്ങൾ ഷെയർ ചെയ്യുകയോ ചെയ്യുക വഴിയും രോഗം പിടിപെടാറുണ്ട്. കൂടാതെ ഭക്ഷണപാത്രങ്ങൾ, കപ്പുകൾ, അവരുടെ വസ്ത്രങ്ങൾ എന്നിവ ഷെയർ ചെയ്യുന്നത് മൂലവും രോഗം പിടിപെടാറുണ്ട്. മലിനമായ കളിപ്പാട്ടങ്ങൾ, വാതിലുകൾ, ഡോർ നോബുകൾ എന്നിവ സ്പർശിക്കുകയും തുടർന്ന് ആ കൈകൊണ്ട് വായും മൂക്കും തൊടുകയും ചെയ്യുമ്പോൾ രോഗം പിടിപെടുന്നു. ഈ അവസ്ഥയ്ക്കുള്ള അപകട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും തക്കാളിപ്പനി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കാണപ്പെടാറുള്ളത്. എങ്കിലും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കോ പ്രതിരോധശേഷി തീരെ കുറഞ്ഞ കുട്ടികൾക്കോ മുതിർന്നവർക്കോ രോഗം പിടിപെടാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. എന്തൊക്കെയാണ് തക്കാളിപ്പനിയുടെ സങ്കീർണതകളെന്ന് നോക്കാം. പ്രധാനമായും നിർജ്ജലീകരണമാണ് തക്കാളിപ്പനിയുടെ സങ്കീർണത. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് വായുടെ ഉള്ളിൽ വേദനാജനകമായ വ്രണങ്ങൾ വരുന്നതോടുകൂടി ഭക്ഷണവും വെള്ളവും കുടിക്കാൻ പ്രയാസപ്പെടുന്നു. ഇതുമൂലം കുട്ടികൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുന്നു. രണ്ടാമതായി പറയപ്പെടുന്നത്, ചില കുട്ടികൾക്കെങ്കിലും അവരുടെ നഖങ്ങളിൽ ചെറിയ വരകൾ വരികയും നഖങ്ങൾ പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നതായി കാണപ്പെടാറുണ്ട്. എങ്കിലും അത് പൂർണ്ണമായും പുതിയ നഖം വന്ന് ശരിയാകുന്നതായി കണ്ടുവരാറുണ്ട്. അടുത്തതായി അപൂർവമായി ചിലരിൽ തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് അഥവാ എൻകഫലൈറ്റിസ് പോലുള്ള സങ്കീർണതകളും കണ്ടുവരാറുണ്ട്. രോഗനിർണയം എങ്ങനെയെന്ന് നോക്കാം. തക്കാളിപ്പനിയുടെ ലക്ഷണങ്ങൾ വെച്ച് തന്നെയാണ് തക്കാളിപ്പനി കൂടുതലായും നമ്മൾ നിർണ്ണയിക്കുന്നത്. എന്നിരുന്നാലും സംശയം തോന്നുന്ന ഘട്ടങ്ങളിൽ കുട്ടികളുടെ തൊണ്ടയിൽ നിന്നുള്ള സ്രവങ്ങളുടെ സാമ്പിളുകളോ, കുമിളകളിൽ നിന്ന് നേരിട്ടെടുക്കുന്ന സാമ്പിളുകളോ, മലത്തിൽ നിന്നുള്ള സാമ്പിളുകളോ ടെസ്റ്റ് ചെയ്ത് IgM ELISA ടെസ്റ്റിലൂടെ വൈറസുകളുടെ സാന്നിധ്യം ഉറപ്പിക്കാവുന്നതാണ്. എന്താണ് തക്കാളിപ്പനിയുടെ ചികിത്സ എന്ന് നോക്കാം. തക്കാളിപ്പനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വൈറൽ അസുഖമായതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിശ്രമവും നല്ലവണ്ണം വെള്ളം കുടിക്കുകയുമാണ് ഇതിൻ്റെ പ്രധാനമായ ചികിത്സാ രീതി. അതോടൊപ്പം പനിയോ തലവേദനയോ ഉള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പാരസെറ്റമോൾ, ഐബുപ്രൂഫൻ പോലെയുള്ള ഗുളികകൾ നൽകാവുന്നതാണ്. തുടർന്ന് കുട്ടികൾക്ക് ചൊറിച്ചിലുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും നൽകാവുന്നതാണ്. തൊണ്ടവേദന കുറയ്ക്കുവാനായി പ്രായമായ കുട്ടികൾക്ക് ഉപ്പുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യാവുന്നതാണ്. മുതിർന്ന ആളുകൾക്ക് മൗത്ത് വാഷും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വായുവ്രണങ്ങളുടെ വേദന കൂട്ടുന്ന അസിഡിറ്റി ഉള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. തണുത്ത വെള്ളം കുടിക്കുക. ചൂടുള്ള ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക. തക്കാളിപ്പനിക്ക് കാരണമാകുന്ന വൈറസുകൾ വളരെ പകർച്ചവ്യാധിയാണ്. ഒരു ആൾക്ക് രോഗം വരുന്നതിന് മുൻപ് തന്നെ അത് പടരുവാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തിശുചിത്വ നടപടികളിലൂടെ നമുക്ക് രോഗത്തെ തടഞ്ഞു നിർത്താനാകും. നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൈമുട്ടുകളിലേക്ക് തുമ്മാനോ ചുമയ്ക്കുവാനോ ശ്രമിക്കുക. അതുവഴി കൈപ്പത്തിയിലൂടെയുള്ള സ്പർശനത്തിലൂടെ ഉള്ള രോഗബാധ നമുക്ക് തടയാൻ സാധിക്കുന്നു. അതുകൂടാതെ കളിപ്പാട്ടങ്ങൾ, ഡോറുകൾ, കൗണ്ടർ ടോപ്പുകൾ എന്നിവ അണുവിമുക്തമാക്കുക. കൂടാതെ ഭക്ഷണപാത്രങ്ങൾ, കപ്പുകൾ, തൂവാലകൾ, തുണികൾ എന്നിവ ഷെയർ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക.
ആരോഗ്യമുള്ള കുട്ടികളിൽ നിന്ന് രോഗബാധിതരായ കുട്ടികളെ മാറ്റി നിർത്തുക. അതുകൂടാതെ രോഗബാധിതരായ കുട്ടികളുടെ തുണികളും മെത്തകളും കിടക്കകളുമെല്ലാം കഴുകുക. 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക വഴി നമുക്ക് ഈ രോഗത്തെ പടരുന്നത് തടയാൻ സാധിക്കും. ഇനി നമുക്ക് തക്കാളിപ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണയായി വരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. എൻ്റെ കുട്ടിക്ക് എപ്പോഴാണ് തിരികെ സ്കൂളിൽ പോകാനാകുന്നത്? നിങ്ങളുടെ കുട്ടിക്ക് പനിയൊന്നുമില്ല, ദേഹത്തെ വ്രണങ്ങളെല്ലാം വരണ്ടു പോയിരിക്കുന്നു, കുട്ടി സ്വമേധയാ സ്കൂളിൽ പോകാൻ തയ്യാറാകുന്ന രീതിയിലുള്ള സുഖമുണ്ടെന്ന് പറയുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് തിരിച്ചയക്കാം. എൻ്റെ കുട്ടിക്ക് തക്കാളിപ്പനി ഉണ്ടെങ്കിൽ എങ്ങനെ പരിപാലിക്കാം? ഭാഗ്യവശാൽ തക്കാളിപ്പനിയുടെ ലക്ഷണങ്ങൾ വളരെ സൗമ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് റെസ്റ്റ് എടുക്കുക വഴി തന്നെ രോഗം ഭേദമാകുന്നുണ്ട്. എന്നിരുന്നാലും കുട്ടികളിലെ നിർജ്ജലീകരണം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടാതെ മറ്റുള്ളവരെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാൻ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ കുട്ടി എപ്പോഴാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡറെ കാണേണ്ടത്? നിർജ്ജലീകരണം തടയാനുള്ള ദ്രാവകങ്ങൾ കുടിക്കുന്നില്ല, കുട്ടിക്ക് പനി 3 ദിവസമായിട്ടും മാറിയിട്ടില്ല, അസുഖം തുടങ്ങിയിട്ട് 10 ദിവസമായിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, കുട്ടിക്ക് കഠിനമായ ചൊറിച്ചിൽ അല്ലെങ്കിൽ വളരെ പ്രതിരോധശേഷി കുറവുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച് ചികിത്സ ലഭ്യമാക്കാവുന്നതാണ്. കുളമ്പ് രോഗവും തക്കാളിപ്പനിയും ഒന്നാണോ? തീർച്ചയായും കുളമ്പ് രോഗവും തക്കാളിപ്പനിയും ഒന്നല്ല. രണ്ടും 2 ഗണത്തിൽപ്പെട്ട വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. തക്കാളിപ്പനി മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കോ മൃഗങ്ങളിൽ നിന്ന് കുളമ്പ് രോഗം മനുഷ്യരിലേക്കോ പകരുന്നതല്ല. ഹെർപാൻജിനിയും തക്കാളിപ്പനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഹെർപാൻജിനിയും തക്കാളിപ്പനിയും രണ്ടും കോക്സാക്കി വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എങ്കിലും ഹെർപാൻജിനിയിൽ തക്കാളിപ്പനിയെപ്പോലെ കൈകളിലും കാലുകളിലുമൊന്നും വ്രണങ്ങൾ ഉണ്ടാവുന്നില്ല. തക്കാളിപ്പനിയുടെ ലക്ഷണങ്ങൾ വളരെ സൗമ്യമാണ്. 7 മുതൽ 10 ദിവസം കൊണ്ട് അസുഖം പൂർണ്ണമായി മാറുന്നു. എന്നിരുന്നാലും വൈറസ് വളരെ പകർച്ചവ്യാധി ആയതിനാൽ വ്യക്തിശുചിത്വം പാലിക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് പകരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും എന്നുള്ളത് വളരെ പ്രധാനമാണ്. തുടർന്നുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.